ഭക്തിസാന്ദ്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നാളെ നടക്കുന്ന രഥോത്സവം ദർശിക്കാൻ ഭക്തസഹസ്രങ്ങളാണ് കൊല്ലൂരിലേക്ക് എത്തുന്നത്. നാളെ രാവിലെ 11:15 രഥം വലിയുടെ മുഹൂർത്തം. വൈകിട്ട് 5 മണിക്ക് രഥം വലി നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അഡിഗ പറഞ്ഞു. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തിയുടെ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ആ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക, രഥോത്സവം നടക്കുക. രഥോത്സവത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് വിശദമായി പറയാനായി ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകരായ സുബ്രഹ്മണ്യ അഡിഗ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം നാളെയാണ്. എങ്ങനെയാണ് നാളത്തെ ചടങ്ങുകളൊന്ന് വിശദീകരിക്കുക? ഇപ്പോൾ നാളെ രാവിലെ 3 മണിക്ക് നട തുറക്കും. നട തുറന്നിട്ട് ഉഷക്കാല പൂജ കഴിഞ്ഞിട്ട് ഏകദേശം അമ്മയുടെ ശിവേലിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചപൂജ തുടങ്ങും. ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉച്ചപൂജയിൽ അമ്മയ്ക്ക് ശതരുദ്രം കൊണ്ട് അഭിഷേകം നടത്തും. ഈ 2-2.5 മണിക്കൂർ അടച്ചിട്ടുണ്ടാവും. ശതരുദ്ര കൊണ്ട് അമ്മയ്ക്ക് ധാരയായിട്ട് അഭിഷേകം ഉണ്ടാവും. ഈ അഭിഷേകം കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ക്ഷിപ്രബലി ഇവിടെ ഇന്ന് നഗരാന്ത്യം വരെ ക്ഷിപ്രബലി ഉണ്ടാവും. ക്ഷിപ്രബലി കഴിഞ്ഞിട്ട് ദേവി രഥത്തിൽ എഴുന്നേൽപ്പാണ്. ഏകദേശം 11:15 സമയം. ഈ സമയത്തിൽ ദേവി രഥത്തിൽ എഴുന്നേൽച്ചിട്ട് ആ സമയത്തിൽ ഭക്തന്മാരെല്ലാം ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദേവിക്ക് അതേ സമയത്തിൽ കനകം കൊണ്ട് അഭിഷേകം, എന്നാൽ കോയിൻസ് ദേവിക്ക് സമർപ്പിച്ചിട്ട് അത് ഭക്തന്മാർക്കെല്ലാം ഇറക്കും. അങ്ങനെ രാവിലത്തെ മുഹൂർത്തം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4:30 സമയത്തിൽ ഈവനിങ് 4:30 സമയത്തിൽ ഒരു പ്രദക്ഷിണയായിട്ട് ദേവി രഥത്തിൽ എഴുന്നേൽപ്പ് നടത്തും. ഇതാണ് നാളത്തെ ഒരു പ്രധാന ചടങ്ങ്. ആ നാണയം കിട്ടുക എന്നത് ഒരു മഹാഭാഗ്യമായി, സൗഭാഗ്യമായാണ് ഭക്തരൊക്കെ തന്നെ കാണുന്നത്. എന്തായാലും മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ ഒരു തിരക്ക് തന്നെയല്ലേ അനുഭവപ്പെടുന്നത്? അതെ. അത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കനകധാരയുടെ പോലെ ദേവിക്ക് ഒരു ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഒരു പ്രധാനമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ്. ഏകദേശം 11:15 കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടാവും. ആ സമയത്തിൽ ദേവി രഥത്തിൽ എഴുന്നേൽപ്പാണ് നടക്കുന്നത്. അതാണ് നാളെയുള്ള പ്രധാന ചടങ്ങ്. വളരെ നന്ദി. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.